ഹായ്, ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് തായ് ന്യൂഡിൽസ് ആണ്. അത് വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ അതിന് ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ട സ്റ്റെപ്പ് തായ് സോസ് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതിനായിട്ട് ഞാൻ എടുത്തു വെച്ചിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് ആണ് ഇതൊക്കെ. തായ് സോസിനുള്ള ഇൻഗ്രീഡിയൻസിൽ ഒന്ന് ശർക്കരയാണ്. നല്ല കറുത്ത ശർക്കരയാണെങ്കിൽ നല്ലതാണ്. ഇപ്പം എൻ്റെ കയ്യിൽ ഈ ടൈപ്പ് കളറുള്ള ശർക്കരയാണ് ഉള്ളത്. ഇത് ബ്രൗൺ ഷുഗറാണ്. ബ്രൗൺ ഷുഗർ ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ സാധാരണ പഞ്ചസാരയാണെങ്കിലും യൂസ് ചെയ്യാം. ഇത് വാളൻ പുളിയുടെ ഞാൻ കുറച്ച് നേരം സോക്ക് ചെയ്ത് വെച്ചിട്ട് അതിൻ്റെ വെള്ളമാണിത്. അല്ലെങ്കിൽ ടാമറിൻ പൾപ്പ് കിട്ടുമെങ്കിൽ അതും യൂസ് ചെയ്യാവുന്നതാണ്. ഇത് സോയാ സോസ് കുറച്ച് ആവശ്യമുണ്ട്. ഡാർക്കോ ലൈറ്റോ യൂസ് ചെയ്യാം. ഇത് ഫിഷ് സോസ് ആണ്. ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. ഫ്ലെയിം ഓൺ ചെയ്തു. അതിലേക്ക് നമ്മൾ എടുത്തു വെച്ച ശർക്കര ഇട്ട് കൊടുക്കുകയാണ്. അതൊന്ന് ഉരുകി വരണം. ഇപ്പോൾ ശർക്കര നന്നായിട്ട് ഉരുകി വന്നിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് എടുത്തു വെച്ച ബ്രൗൺ ഷുഗർ ഇട്ട് കൊടുക്കാം. അതല്ലെങ്കിൽ സാധാരണ പഞ്ചസാരയാണെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് ആവശ്യം ഫിഷ് സോസ് ആണ്. ഫിഷ് സോസ് ഇപ്പോൾ അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ വളരെ കുറച്ച് ആഡ് ചെയ്താൽ മതി. ഞാനിപ്പോൾ ഇവിടെ ഒരു 1/4 ടീസ്പൂൺ ഫിഷ് സോസ് ആണ് ആഡ് ചെയ്യുന്നത്. 2 ടീസ്പൂൺ സോയാ സോസാണ് ഞാൻ ഈ സമയം ആഡ് ചെയ്യണത്. നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള പുളിവെള്ളം, അതായത് വാളൻ പുളി പിഴിഞ്ഞ് വെച്ചതാണ്. നന്നായിട്ട് ഒരു 10-15 മിനിറ്റ് സോക്ക് ചെയ്തതിന് ശേഷം നമ്മൾ പിഴിഞ്ഞെടുത്തിട്ടുള്ള ജ്യൂസാണ്. വാളൻ പുളിയുടെ ജ്യൂസാണ് ഈ സമയം ആഡ് ചെയ്തത്. ഇനി ഇതൊരു ലോ ഫ്ലെയിമിലിട്ട് ഒരു 5 മിനിറ്റ്സ് നന്നായിട്ടൊന്ന് ബോയിൽ ചെയ്തെടുക്കണം. ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ ഒരു 5 മിനിറ്റ് നന്നായി തിളച്ചിട്ടുണ്ട്. നമ്മുടെ തായ് സോസ് ഇവിടെ ഓൾറെഡി നമ്മൾ തയ്യാറാക്കി കഴിഞ്ഞു. അത് കംപ്ലീറ്റ്ലി ഓപ്ഷനിലാണ്. നിങ്ങൾക്ക് വീട്ടിൽ തയ്യാറാക്കണ്ടെങ്കിൽ മാർക്കറ്റിൽ നിന്ന് ഈസിലി അവൈലബിൾ ആണ്. അത് യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇനി നമുക്ക് എങ്ങനെയാണ് ന്യൂഡിൽസ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഇവിടെ ആവശ്യമുള്ളത് റൈസ് ന്യൂഡിൽസാണ് ഞാൻ എടുത്തിട്ടുള്ളത്. കണ്ടോ, ഇതാണ് റൈസ് ന്യൂഡിൽസ്. പിന്നെ 2 മുട്ട വേണം. കുറച്ച് ചെറുപയർ മുളപ്പിച്ചതാണിത്. അതൊരു 1/4 കപ്പ് നമ്മുടെ ഇഷ്ടമനുസരിച്ച് ആഡ് ചെയ്യാം. ഇത് കുറച്ച് റോസ്റ്റ് ചെയ്തിട്ടുള്ള കപ്പലണ്ടിയാണ് ആവശ്യം. അത് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പിന്നെ കുറച്ച് ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്. കുറച്ച് ഒനിയൻ എടുത്തിട്ടുണ്ട്. സ്പ്രിംഗ് ഒനിയൻ ഉണ്ട്. ഉപ്പുണ്ട്. പിന്നെ ചിക്കൻ നമ്മൾ വേവിച്ച് വച്ചിട്ടുണ്ട്. അതും നമ്മൾക്ക് ഇതിനായിട്ട് ആവശ്യമുണ്ട്. കുറച്ച് ഉപ്പും മുളക് പൊടിയും ഇട്ട് വേവിച്ചെടുത്ത ചിക്കനാണിത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് തായ് നൂഡിൽസ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് നോക്കാം. അതുപോലെ ഒരു പാനിൽ കുറച്ച് വെള്ളം തിളപ്പിച്ചിട്ട് നമ്മൾ ഈ നൂഡിൽസ് അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് വേണ്ടത്. ഇതൊരു 5 മിനിറ്റ്സ് കൊണ്ട് തന്നെ നന്നായി വെന്ത് കിട്ടും. അധികം വെന്ത് പോവാതെ ശ്രദ്ധിക്കാൻ വേണം. ഇതുപോലെ ഒരു പാനിലേക്ക് ഞാനിപ്പോൾ റൈസ് നൂഡിൽസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് റൈസ് നൂഡിൽസ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് വെന്ത് കിട്ടും. ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ഞാൻ ഈ സമയം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിപ്പോൾ ഒരു 7 മിനിറ്റ്സോളം ഞാനിതിങ്ങനെ വേവിച്ചിട്ടുണ്ട്. അപ്പോൾ കണ്ടോ, ഇതിങ്ങനെ ട്രാൻസ്പെറൻ്റ് ആയി വരുന്നത് തന്നെയാണ് ഇത് വെന്തു എന്നുള്ളതിൻ്റെ ഒരു ഐഡൻറ്റിഫിക്കേഷൻ. പിന്നെ നമ്മളിങ്ങനെ ഞെക്കി കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതിങ്ങനെ വിട്ടുവരും. ഇതുപോലെ ഒരു അരിപ്പയിലൂടെ ഇതിനൊന്ന് അരിച്ചെടുക്കുകയാണ് ചെയ്യണേ. കുറച്ച് തണുത്ത വെള്ളവും കൂടി ഇതിൻ്റെ മുകളിലായിട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതുപോലെ ഒരു പാൻ വെച്ച് ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് കുറച്ച് എക്സ്ട്രാ വെർജിൻ ഒലിവ് ഓയിലാണ് ഞാൻ ആഡ് ചെയ്യണത്. ഇവിടെ ചൂടായി വന്നിട്ടുണ്ട്. നമുക്കതിലേക്ക് ആദ്യം തന്നെ 2 കോഴിമുട്ട ഫ്രൈ ചെയ്തെടുക്കുകയാണ് വേണ്ടത്. കുറച്ച് പെപ്പർ പൗഡർ ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. ഓപ്ഷണലാണ്. ആവശ്യമുള്ളവർ മാത്രം ആഡ് ചെയ്താൽ മതി. നമുക്കിതിനെ നന്നായിട്ടൊന്ന് സ്ക്രാമ്പിൾ ചെയ്തെടുക്കണം. നമ്മുടെ എഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതിനെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി ഈ പാനിലേക്ക് തന്നെ നമുക്ക് കുറച്ച് 2 ടീസ്പൂൺ ഒലിവ് ഓയിലും കൂടെ ആഡ് ചെയ്യാണ്. എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഞാനിതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഒരു ചെറിയൊരു സവാള ചെറിയതായിട്ട് അരിഞ്ഞത് ഈ സമയം ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന ക്യാപ്സിക്കാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇത് മുളപ്പിച്ച ചെറുപയറാണ്. അത് നമുക്ക് ഈ സമയം ആഡ് ചെയ്ത് കൊടുക്കാം. എല്ലാം നന്നായിട്ട് ഒരു 5 മിനിറ്റ്സ് നമ്മൾ റോസ്റ്റ് ചെയ്തെടുക്കണം. അതിൻ്റെ പച്ച മണമൊക്കെ ഒന്ന് മാറാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ നേരത്തെ വേവിച്ചെടുത്ത് വെച്ച ചിക്കൻ നമുക്ക് ഈ സമയം അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എല്ലാം കൂടെ നന്നായിട്ട് ഒരു 5 മിനിറ്റ്സും കൂടെ നമ്മൾ റോസ്റ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കിയ എഗ്ഗ് ഇട്ട് കൊടുക്കുകയാണ്.
സ്പ്രിംഗ് ഓനിയൻ എടുത്ത് വെച്ചത് ഈ സമയം ആഡ് ചെയ്യാം. നേരത്തെ ഉപ്പിട്ട് വേവിച്ച് മാറ്റി വെച്ച റൈസ് ന്യൂഡിൽസ് ആണിത്. അത് നമുക്ക് ഈ സമയം ഇതിലേക്ക് ആഡ് ചെയ്യാം. നമ്മൾ ആദ്യം പ്രിപ്പയർ ചെയ്ത തായ് സോസാണ്. അത് നമുക്ക് ഈ സമയം ഇതിലേക്ക് ആവശ്യാനുസരണം ഒഴിച്ചു കൊടുക്കാം. ഇനി ഒരു 2 മിനിറ്റും കൂടെ നമുക്ക് ഈ സോസിൽ കിടന്ന് നമ്മുടെ നൂഡിൽസ് ഒന്ന് സോട്ടായി വരണം. നമ്മൾ നേരത്തെ എടുത്തു വെച്ച റോസ്റ്റ് ചെയ്ത കപ്പലണ്ടി ഈ സമയം ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ തായ് നൂഡിൽസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ഈസി ആയിട്ട് നല്ല ടേസ്റ്റി ആയിട്ടും ഒരു വെറൈറ്റി ആയിട്ടും നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു നൂഡിൽസ് തന്നെയാണ് തായ് നൂഡിൽസ്. തായ് സോസ് നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ